അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം വിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയമിലെ 11 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത്. ഇനി 12 മുതലുള്ള ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സൂറത്തു മറിയമിൽ അതിൻ്റെ തുടക്ക ഭാഗത്ത് സക്കരിയ അലൈഹിസ്സലാമിൻ്റെയും യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെയും ചരിത്രമാണ് പറയുന്നത്. സക്കരിയ അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി സക്കരിയ അലൈഹിസ്സലാമിന് യഹ്യ എന്ന് പറയുന്നൊരു പുത്രൻ ജനിച്ചു. ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. പിന്നീട് 12-ാമത്തെ ആയത്തിൽ യഹ്യാ നബി അലൈഹി സ്വലാമിൻ്റെ ജനനവും അദ്ദേഹം യൗവനം പ്രാപിച്ചു തുടങ്ങിയ ഘട്ടവും പ്രത്യേകിച്ച് വിശദീകരിക്കുന്നില്ല. ആ വിശദാംശങ്ങൾ ഇടക്ക് വിട്ടുകളഞ്ഞിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് വിവേകമെത്തിയപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ഏൽപ്പിക്കുന്ന ഭാഗമാണ്. നമുക്ക് ആദ്യം അതൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വ വആതൈനാഹുൽ ഹുക്മ സ്വബിയ്യാ വഹനാനം മിൻ ലദുന്നാ വസക്കാത്ത് വകാന തഖിയ്യാ വബർറൻ ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ്യാ വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യാ വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ فاتخذت من دونهم حجابا فأرسلنا إليها روحنا وتمثل لها بشرا سويا. 12-ാമത്തെ ആയത്ത്. യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വ വആതൈനാഹുൽ ഹുക്മ സ്വബിയ്യാ. യാ യഹ്യ, ഞാൻ നേരത്തെ പറഞ്ഞു യഹ്യാ നബി അലൈഹി സ്വലാമിൻ്റെ ജനനം ബാല്യമൊക്കെ കഴിഞ്ഞൊരു ഘട്ടത്തിലാണ് ഈ പറയുന്നത്. അല്ലാഹു തആല യഹ്യാ നബി അലൈഹി സ്വലാമിനെ വിളിച്ചു പറയുകയാണ്. യാ യഹ്യ, ഏ യഹ്യ, ഖുദിൽ കിതാബ്, ഖുദ് നീ സ്വീകരിക്കുക, അൽ കിതാബ് വേദഗ്രന്ഥത്തെ, ബിഖുവ്വത്തിൻ കരുത്തോടെ, വ ആതൈനാഹു നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു, അൽ ഹുക്മ് വിജ്ഞാനം, യുക്തി ദീക്ഷ, സബിയ്യ കുട്ടിയായിരിക്കെ, കുഞ്ഞായിരിക്കെ. ഒന്നുകൂടി പറയാം. യാ യഹ്യ ഖുദിൽ കിതാബ്, ഏ യഹ്യ വേദപുസ്തകം കരുത്തോടെ മുറുകെ പിടിക്കുക, വ ആതൈനാഹുൽ ഹുക്മ സബിയ്യ കുട്ടിയായിരിക്കെ തന്നെ നാം അദ്ദേഹത്തിന് ജ്ഞാനം നൽകി. യഹ്യാ നബി അലൈഹിസ്സലാം പ്രായപൂർത്തിയായപ്പോൾ അല്ലെങ്കിൽ വിവേകമെത്തിയപ്പോൾ അദ്ദേഹത്തിന് അല്ലാഹു തആല ഏൽപ്പിക്കുന്ന ചുമതലകളാണ്. അദ്ദേഹം പ്രവാചകത്വ പദവിയിൽ നിയോഗിച്ചപ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച ചുമതലകളാകാനാണ് സാധ്യത. അതിലൊന്നാമത് പറയുന്നത് ഖുദിൽ കിതാബ ബിഖുവ്വ, അൽ കിതാബ് വേദഗ്രന്ഥത്തെ മുറുകെ പിടിക്കുക എന്നാണ്, കരുത്തോടെ മുറുകെ പിടിക്കുക എന്നാണ്. യഹ്യാ നബി അലൈഹിസ്സലാമിന് പ്രത്യേകിച്ച് അല്ലാഹു തആല ഒരു വേദഗ്രന്ഥം ഇറക്കിയിട്ടില്ല. ഇവിടെ വേദഗ്രന്ഥം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് തൗറാത്തിനെ സംബന്ധിച്ചാണ്. പിന്നീട് ഈസാ നബി അലൈഹിസ്സലാമിനാണ് ഇഞ്ചീൽ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ തൗറാത്തിനെ മുറുകെ പിടിക്കാനാണ് അല്ലാഹു തആല ഇവിടെ ആവശ്യപ്പെടുന്നത്. തൗറാത്തിനെ മുറുകെ പിടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് തൗറാത്തിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക,
തൗറാത്തിൻ്റെ സന്ദേശം പ്രബോധനം ചെയ്യുക, തൗറാത്ത് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുക, അങ്ങനെ തൗറാത്തിനെ പ്രബോധനം ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് തൗറാത്തിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞത്. ഇപ്പം അല്ലാഹു തആല ആദ്യം അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശം ഈ തൗറാത്തിൻ്റെ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തൗറാത്തിനെ മുറുകെ പിടിക്കണം എന്ന നിർദ്ദേശമായിരുന്നു. തുടർന്ന് പറഞ്ഞത് ആതൈനാഹുൽ ഹുക്മ സബിയ്യ, അദ്ദേഹത്തിന് കുട്ടിയായിരിക്കെ തന്നെ നാം വിജ്ഞാനം നൽകി എന്നാണ്. കുഞ്ഞായിരിക്കെ തന്നെ വിജ്ഞാനം നൽകി എന്നാണ്. ഹുക്മ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീരുമാനമെടുക്കാനുള്ള കഴിവ്, വിചിന്തനത്തിനുള്ള വൈഭവം, ദീനിലുള്ള അവഗാഹം, പ്രശ്നങ്ങൾ ശരിയായി വിശകലനം ചെയ്ത് അതിൻ്റെ പരിഹാരത്തിലെത്തിച്ചേരാനുള്ള യോഗ്യത, അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിധി നൽകാനുള്ള അധികാരം, ഇതൊക്കെ ഹുക്മ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. നീതിബോധം, വിധി എന്നും മറ്റൊക്കെ, വിജ്ഞാനം എന്നതിനോടൊപ്പം യുക്തിദീക്ഷ എന്നൊക്കെ ഈ പദത്തിന് അർത്ഥം കൽപ്പിക്കാവുന്നതാണ്. യഹ്യാ നബി അലൈഹിസ്സലാമിന് വളരെ ചെറുപ്പത്തിലെ പ്രവാചകത്വം ലഭിച്ചു എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്. അത് 3 ആണെന്നും 7 ആണെന്നും അതിനേക്കാൾ ഉയർന്ന 30 ആണെന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് കുഞ്ഞായിരിക്കെ തന്നെ അല്ലാഹു തആല അദ്ദേഹത്തിന് സവിശേഷം വിജ്ഞാനം നൽകി ഇപ്പറയുന്ന ഹുക്കുമിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊള്ളുന്ന ആ വിശാല അർത്ഥത്തിലുള്ള ഹുക്കും അല്ലാഹു തആല നൽകി എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഴത്തിലുള്ള അറിവ്, സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ള വിവേകം, ഇതൊക്കെ ചെറുപ്പത്തിലേ ലഭിച്ച ഒരു പ്രവാചകത്വത്തിൻ്റെ പ്രവാചകത്വം ഇതെല്ലാം യഹ്യാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല നൽകിയിരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമായ തൗറാത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന നിർദ്ദേശമാണ് അല്ലാഹു തആല നൽകുന്നത്. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അറിവും വിവേകവും പ്രായത്തിന് മാത്രമായ ഒന്നല്ല, മറിച്ച് അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ്. സന്ദേശങ്ങളെ വെറും തമാശയായിട്ടല്ല, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും അവൻ്റെ നിർദ്ദേശങ്ങളെയും ദൃഢനിശ്ചയത്തോടും ഗൗരവത്തോടും കൂടി നിങ്ങൾ സ്വീകരിക്കണം. ഇപ്പോൾ വിശുദ്ധ ഖുർആനും നമ്മൾ കരുത്തോടെ മുറുകെ പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. കേവലം ഒരു ഗ്രന്ഥം എന്നതിനേക്കാൾ അപ്പുറം അതിൻ്റെ വിധിവിലക്കുകളെ ഗൗരവത്തോടു കൂടി സ്വീകരിക്കാൻ സന്നദ്ധമാവുക എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 13-ാമത്തെ ആയത്തിൽ വഹനാനം മിൻ ലദുന്നാ വസക്കാത്തൻ വകാന തഖിയ്യാ, വഹനാനം മിൻ ലദുന്നാ, വഹനാനൻ അനുകമ്പയും, മില്ലതുന്ന നമ്മുടെ പക്കൽ നിന്നുള്ള അനുകമ്പയും, വസക്കാത്തൻ പരിശുദ്ധിയും നൽകിയെന്നർത്ഥം. വാവ് മറ്റേലേക്ക് അത്ഫായിട്ട് പറയാണ്. വാത്തൈനാഹുൽ ഹുക്കുമ എന്നതിനോട് ചേർത്ത് അദ്ദേഹത്തിന് വിജ്ഞാനം നൽകി എന്നതിനോടൊപ്പം ചേർത്ത് പറയാണ് വഹനാനൻ അനുകമ്പയും നൽകി, മില്ലതുന്ന നമ്മുടെ പക്കൽ നിന്നുള്ള, വസക്കാത്തൻ വിശുദ്ധിയും പരിശുദ്ധിയും നൽകി, വക്കാന അദ്ദേഹം ആയിരുന്നു തഖിയ്യ സൂക്ഷ്മത പാലിക്കുന്നവൻ ആയിരുന്നു. ഒന്നുകൂടി പറയാം, വഹനാനം മില്ലതുന്ന നമ്മുടെ പക്കൽ നിന്നുള്ള അനുകമ്പയും, വസക്കാത്തൻ സക്കാത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധി പരിശുദ്ധി വളർച്ച എന്നൊക്കെയുള്ള അർത്ഥമാണ്. ആ പരിശുദ്ധിയും, വക്കാന അദ്ദേഹം ആയിരുന്നു തഖിയ്യ, ഇത്തഖി എന്നുള്ളതിൻ്റെ ഫഈൽ രൂപമാണ് തഖിയ്യ്. നമ്മൾ അത്യധികം ഭക്തനായ അതീവ സൂക്ഷ്മത പാലിക്കുന്ന ആളായിരുന്നു സക്കരിയ അലൈഹിസ്സലാം എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ ഹുക്കുമിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് ഹനാൻ, അങ്ങേയറ്റത്തെ കരുണ, ദയ, സ്നേഹം എന്നൊക്കെയാണ് ഹനാൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അള്ളാഹു തൻ്റെ പക്കൽ നിന്ന് നേരിട്ട് നൽകിയ, അതാണ് മില്ലതുന്ന എന്ന് പറഞ്ഞത്, നേരിട്ട് നൽകിയ സ്നേഹ വായ്പായിരുന്നു അത്. അദ്ദേഹത്തിന് അങ്ങനെ ഹനാനൻ മില്ലതുന്ന, അതായത് ഹനാൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ തൻ്റെ മക്കളോട് കാണിക്കുന്ന സ്നേഹവായ്പ്,
അതാണ് ഒരു മാതാവ് തൻ്റെ കുട്ടിയോട് കാണിക്കുന്ന അദമ്യമായ സ്നേഹവായ്പാണ് ഹനാൻ. അപ്പോൾ അതിൻ്റെ പേരിൽ കുട്ടികളുടെ ക്ലേശങ്ങളിൽ അവരുടെ മനസ്സ് പിടക്കും. അവരുടെ ആ ഒരു കനിവായിരുന്നു അല്ലാഹു തആല യഹ്യാ നബി അലൈഹി സ്വലാമിന് സവിശേഷം അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നൽകിയത് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് സക്കാത്ത് എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മശുദ്ധി, വിശുദ്ധി, വളർച്ച എന്നൊക്കെയുള്ള അർത്ഥമാണ്. അഥവാ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധമാക്കി വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ്. അള്ളാഹു അദ്ദേഹത്തെ എല്ലാ സ്വഭാവ വൈകല്യങ്ങളിൽ നിന്നും പരിശുദ്ധനാക്കി എന്നും അർത്ഥം പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം വളരെ വിശുദ്ധനായിരുന്നു. തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ വിശുദ്ധമായ ശുദ്ധിയുള്ള ഒരു ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചത്. വക്കാന തഖിയ, അദ്ദേഹം അങ്ങേയറ്റത്തെ തഖ്വയുള്ളവനുമായിരുന്നു. ഞാൻ പറഞ്ഞു ഇത്തഖ എന്നതിൻ്റെ ഫഈൽ രൂപമാണ് തഖി. അള്ളാഹുവിനെ ഭയപ്പെട്ടും അവൻ്റെ നിയമങ്ങൾ ലംഘിക്കാതെയും ജീവിച്ച വ്യക്തി എന്നാണ് അതിൻ്റെ വിശദീകരണം. അതായത് പാപസാഹചര്യങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം പൂർണ്ണമായി വിട്ടുനിന്നു. ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിനെ ഭയപ്പെട്ടും അവൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചും ജീവിക്കാൻ തയ്യാറായി. അതാണ് മുത്തഖിയായി തീരുക, ഏറ്റവും ഉയർന്ന തഖ്വയുള്ളവനായി തീരുക എന്നതാണ്. അങ്ങനെയുള്ള ആളായിരുന്നു യഹ്യാ നബി അലൈഹിസ്സലാം. അല്ലാഹു തആല അദ്ദേഹത്തെ അങ്ങനെ സംവിധാനിച്ചു എന്നാണ് ഈ ആയത്തുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിട്ട് കാണുന്നത് അള്ളാഹുവിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. സാധാരണ മനുഷ്യർ പരിശ്രമത്തിലൂടെ നേടുന്ന ഗുണങ്ങൾ യഹ്യാ നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല ഒരു അനുഗ്രഹമായി നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. അള്ളാഹു നൽകി എന്നാണല്ലോ പറയുന്നത്. നമ്മളൊക്കെ തഖ്വ എന്ന് പറയുന്നത് നമ്മൾ പരിശ്രമിച്ച് നേടേണ്ടത്, അല്ലാഹു തആല അദ്ദേഹത്തെ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തു എന്നാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നൽകി. മാതൃകാപരമായൊരു ജീവിതം അദ്ദേഹം നയിച്ചു. ഒരു പ്രബോധകൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു അദ്ദേഹം. അദ്ദേഹം സ്നേഹസമ്പന്നനും ഭയഭക്തിയുള്ളവനുമായി ജീവിച്ചു എന്നർത്ഥം. അപ്പോൾ യഹ്യാ നബി അലൈഹിസ്സലാം കേവലം വിജ്ഞാനിയായിരുന്നില്ല, മറിച്ച് അങ്ങേയറ്റത്തെ കരുണയും അങ്ങേയറ്റത്തെ സ്നേഹവും ഒക്കെ ഉള്ള അതിൻ്റെ നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ജീവിത വിശുദ്ധിയുള്ള ആളായിരുന്നു. അള്ളാഹുവിനെ സദാ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷിച്ചു ജീവിച്ച തഖ്വയും കൂടിയുള്ള മുത്തഖിയായ ഏറ്റവും ഉയർന്ന തഖ്വയുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു യഹ്യാ നബി അലൈഹിസ്സലാം എന്നാണ് ഈ ആയത്തുകൾ വിശദീകരിക്കുന്നത്. വീണ്ടും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, വബർറം ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ്യാ. 14-ാമത്തെ ആയത്തിൽ വബർറൻ, നന്മ ചെയ്യുന്നവനായിരുന്നു. ബിർറ് എന്ന് പറഞ്ഞാൽ നന്മ, പുണ്യം. ലൈസൽ ബിർറാൻ തുവല്ലു വുജൂഹക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആ ബിർറിൻ്റെ ഫായില രൂപമാണ്, അതിൻ്റെ കർത്തൃ രൂപമാണ് ബർറ്. ബർറ് എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ബർറ് എന്ന് വിശേഷിപ്പിച്ചതായിട്ട് ഇന്നഹു ഹുവൽ ബർറുർ റഹീം, അവൻ അങ്ങേയറ്റത്തെ അത്യുദാരനും കരുണാമയനുമാകുന്നു എന്ന് 52-ാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് അൽ ബർറ്. അപ്പോൾ വബർറാൻ, അദ്ദേഹം നന്മ ചെയ്യുന്നവനായിരുന്നു. ബിവാലിദൈഹി, വലത് വാലിദ് മാതാപിതാക്കൾക്ക് വാലിദൈഹി, വാലിദ് പറഞ്ഞ പിതാവ്. അപ്പോൾ രണ്ട് പിതാവ് എന്ന് പറയാറില്ലല്ലോ. അപ്പോൾ വാലിദൈഹി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ എന്നർത്ഥത്തിലാണ്. വബർറം ബിവാലിദൈഹി, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനായിരുന്നു. വലം യക്കുൻ, അദ്ദേഹം ആയിരുന്നില്ല ജബ്ബാറൻ, നിഷ്ഠൂരനായിരുന്നില്ല, കഠിനനായിരുന്നില്ല. അസിയ, ധിക്കാരിയായിരുന്നില്ല, ധിക്കരിക്കുന്നവനും ആയിരുന്നില്ല. ഒന്നുകൂടി പറയാം, വബർറം ബിവാലിദൈഹി, തൻ്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നവനായിരുന്നു. വലം യക്കുൻ, അദ്ദേഹം അവനായിരുന്നില്ല ജബ്ബാറൻ, നിഷ്ഠൂരനായിരുന്നില്ല. അസിയ, ധിക്കരിക്കുന്നവനും ആയിരുന്നില്ല. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ വീണ്ടും ചില ഗുണവിശേഷങ്ങൾ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറയുകയാണ്. അദ്ദേഹം തൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ആളായിരുന്നു. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇബാദത്ത് ചെയ്യാൻ കൽപ്പിച്ചതിൻ്റെ കൂടെ കൽപ്പിച്ചൊരു കാര്യമാണ്
വബിൽ വാലിദൈനി ഇഹ്സാന വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്യരുതെന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും അള്ളാഹു തആല വിധിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അത് ചേർത്ത് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏകനായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറയുന്ന അതീവ ഗൗരവത്തോട് ചേർത്തുകൊണ്ട് തന്നെ അള്ളാഹു പല സ്ഥലത്തും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പം മാതാപിതാക്കളെ അവർക്ക് നന്മ ചെയ്യുക, അവർക്ക് സേവനം ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷമായൊരു ഗുണമാണ്. അത് മാതാപിതാക്കൾ നാറുക്കാവ ജന്നത്തുക്ക, അതിൻ്റെ സ്വർഗവും നരകവുമാണ്. അവരോട് വലാ തഖുല്ലഹുമ ഉഫ്ഫിൻ വലാ തൻഹർഹുമ, അവരോട് ചേർന്ന് പോലും പറയരുത്, കയർത്ത് സംസാരിക്കരുത്. ആ മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്നത് വൻ പാപത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ ഒരു വലിയ ഗുണം, അദ്ദേഹം ബർറം ബിവാലിദൈഹി, തൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന, ഗുണം ചെയ്യുന്ന, അവർക്ക് സേവനം ചെയ്യുന്ന, അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്ന ആളായിരുന്നു യഹ്യാ നബി അലൈഹിസ്സലാം എന്നാണ് വിശദീകരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ വിഷയത്തെ ഗൗരവത്തിൽ കാണേണ്ട, അതായത് യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ വലിയ ഗുണവിശേഷങ്ങളിൽ ഒന്നാണ് ബർറം ബിവാലിദൈഹി എന്ന് പറഞ്ഞത്. മറ്റൊന്ന്, അദ്ദേഹം വലം യക്കുൻ ജബ്ബാർ ആയിരുന്നില്ല. ജബ്ബാർ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു ഗുണനാമങ്ങളിൽ ഒന്നാണ്. അള്ളാഹു ജബ്ബാറാകാൻ അർഹനാണ്. ജബ്ബാർ എന്ന് പറഞ്ഞാൽ അവൻ അധികാരിയായ ആളാണ്, എല്ലാറ്റിൻ്റെയും അധികാരമുള്ളവൻ എന്നർത്ഥത്തിലാണ് അള്ളാഹു ജബ്ബാർ എന്ന് പറയുന്നത്. കാരണം എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനും എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനും അള്ളാഹു ആയിരിക്കെ അവൻ ജബ്ബാറാകാൻ അർഹനാണ്. പക്ഷേ അടിമ ഒരിക്കലും ജബ്ബാറാകാൻ പറ്റൂല. അടിമ മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കുന്നവൻ, ഇവിടെ അള്ളാഹുവിൻ്റെ ഒരു അടിമ ജബ്ബാറാകുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കുന്നവൻ, ക്രൂരൻ, അഹങ്കാരി എന്നൊക്കെയാണ് ഈ ജബ്ബാർ എന്ന വാക്ക് പ്രയോഗിക്കാറ്. ഒരിക്കലും ഒരു സത്യവിശ്വാസിയുടെ നന്മ നിറഞ്ഞൊരു മനുഷ്യൻ്റെ ഗുണവിശേഷങ്ങൾക്ക് യോജിക്കാത്തൊരു സ്വഭാവമാണ് ജബ്ബാറാവുക എന്ന് പറയുന്നത്. ഒരു സത്യവിശ്വാസി വിനയമുള്ളവനും മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുന്നവനുമായിരിക്കും. ഹനാനായ ഒരാൾക്ക് ഒരിക്കലും ജബ്ബാറാകാൻ കഴിയില്ല. മനുഷ്യർക്ക് സേവനം ചെയ്യുകയും മനുഷ്യരോട് നന്നായി പെരുമാറുകയും ചെയ്യുന്ന ഒരാൾക്ക് ജബ്ബാറാകാൻ കഴിയില്ല. കാരണം അഹങ്കാരം എന്ന് പറയുന്നതൊക്കെ, താൻ എന്തിനും പോകുന്നവനാണെന്നും മറ്റുള്ളവരെ ചെറുതായി കാണുന്നതൊക്കെ ഏറ്റവും വലിയ സത്യവിശ്വാസത്തിന് യോജിക്കാത്ത, നിരക്കാത്ത തിന്മകളാണ്. അത് ഏറ്റവും വലിയ തിന്മയാണ്. ലാ യദ്ഖുലുൽ ജന്നാത്ത മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിൻ കിബർ, കിബറിൻ്റെ അണിമണി തൂക്കമുള്ള ആൾ സ്വർഗ്ഗത്തിൽ കടക്കില്ല. കിബറിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ജബ്ബാറാകുക എന്നുള്ളത്. നിഷ്ഠൂരനാകുക, മറ്റുള്ളവരോട് അലിവില്ലാത്തവൻ, കാരുണ്യമില്ലാത്തവനായി ആവുക എന്ന് പറയുന്നത്. അദ്ദേഹം ഒരിക്കലും അഹങ്കാരം കാണിച്ചില്ല. തനിക്ക് ചെറുപ്പത്തിലെ വിജ്ഞാനം ലഭിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം അഹങ്കാരിയായിട്ടില്ല. തനിക്ക് ഇന്ന ഗുണങ്ങളുണ്ട്, അള്ളാഹുവിൽ നിന്ന് സവിശേഷമായ നേട്ടങ്ങൾ ലഭിച്ചതിൻ്റെ പേരിൽ, അതിൻ്റെ പേരിൽ അഹങ്കരിക്കല്ല അദ്ദേഹം ചെയ്തത്. മറിച്ച് അദ്ദേഹം ജനങ്ങളോട് സൗമ്യമുള്ളവനും വിനയത്തോടെ മാത്രം പെരുമാറുകയും ചെയ്തവനായിട്ടാണ് കാണാൻ കഴിയുക. മറ്റൊന്ന്, അദ്ദേഹം അസിയല്ല എന്നാണ്. അസി എന്ന് പറയുന്നതും ആസി എന്ന് പറയുന്നതിൻ്റെ ഫായിൽ രൂപമാണ് അസി. ആസി എന്ന് പറഞ്ഞാൽ പാപത്തെ തെറ്റ്, അനുസരണക്കേട് കാണിക്കുന്നവൻ, തെറ്റ് ചെയ്യുന്നവൻ. അപ്പോൾ അദ്ദേഹം അസിയല്ല, അദ്ദേഹം ധിക്കാരിയല്ല, അനുസരണക്കേട് കാണിക്കുന്നവനല്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകളും മാതാപിതാക്കളുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളൊക്കെ ലംഘിക്കുന്ന വ്യക്തിയായിരുന്നില്ല. തൗറാത്തിലെ കൽപ്പനകളെ ധിക്കരിക്കുന്ന ആളായിരുന്നില്ല. അള്ളാഹു താലയുടെ വിധിവിലക്കുകളോട് ധിക്കാരത്തിൻ്റെ നിലപാട് സ്വീകരിക്കുകയോ അനുസരണക്കേടിൻ്റെ നിലപാട് സ്വീകരിക്കുകയോ ചെയ്ത വ്യക്തിയായിരുന്നില്ല എന്നാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ ചില ഗുണവിശേഷങ്ങൾ കൂടി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതായത് 13-ാം ആയത്തിൽ അദ്ദേഹത്തിന് തഖ്വ, ദൈവഭയമുണ്ട് എന്നതിനെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുറേ ഗുണങ്ങൾ ഇവിടെ വിശദീകരിച്ചു. ഇപ്പോൾ ഈ ആയത്തുകൾ നോക്കിയാൽ ഏതാനും നിർദ്ദേശങ്ങൾ അള്ളാഹു താല അദ്ദേഹത്തിന് നൽകിയിരിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം തൗറാത്തിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണം എന്ന് കൽപ്പിച്ചു. അതേപോലെ അദ്ദേഹത്തിന് അപ്പോൾ തൗറാത്തിനെ മുറുകെ പിടിച്ച ആളായിരുന്നു യഹ്യാ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ ഒരു ഗുണവിശേഷം അതായിരുന്നു. മറ്റൊന്ന്, അദ്ദേഹം ഹുക്മ് ലഭിച്ച ആളായിരുന്നു, വിജ്ഞാനം ലഭിച്ച ആളായിരുന്നു, ചെറുപ്പത്തിലേ വിജ്ഞാനം ലഭിച്ച ആളായിരുന്നു. അതേപോലെ ഹനാനൻ, വളരെ കാരുണ്യവും സ്നേഹവുമൊക്കെ ഉള്ള ആളായിരുന്നു. അതേപോലെ തന്നെ സക്കാത്തൻ, വിശുദ്ധിയുള്ള ആളായിരുന്നു. അതേപോലെ തഖിയൻ, തഖ്വ ഉള്ള ആളായിരുന്നു. പിന്നീട് പറഞ്ഞു ബർറം ബിവാലിദൈ, മാതാപിതാക്കളെ സേവനം ചെയ്യുന്ന ആളായിരുന്നു, നന്മ ചെയ്യുന്ന ആളായിരുന്നു.
പിന്നെ പറഞ്ഞു വലം യക്കുൻ ജബ്ബാറൻ, ഒരിക്കലും അഹങ്കാരിയും നിഷ്ഠൂരനുമായിരുന്നില്ല. പിന്നെ എട്ടാമത് പറഞ്ഞു അദ്ദേഹം അസിയ, ധിക്കാരിയോ അനുസരണക്കേട് കാണിക്കുന്നവനോ അല്ല. ഇങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് ഗുണവിശേഷങ്ങൾ ഇവിടെ പറഞ്ഞ് കാണിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യഹ്യാ നബി അലൈഹി സ്വലാമിൻ്റെ കുറേ ഗുണവിശേഷങ്ങൾ അവിടെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ സൂറത്ത് ആലു ഇമ്രാനിലും യഹ്യാ നബി അലൈഹി സ്വലാമിൻ്റെ ചില പ്രത്യേകതകൾ പറയുന്നുണ്ട്. ആലു ഇമ്രാനിൽ 39-ാമത്തെ ആയത്തിൽ ഫനാദത്തുഹുൽ മലായികത്തു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബി അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ്സാലിഹീൻ. അപ്പോൾ അവിടെ ആ സൂറത്തിലെ ആ ആയത്തിൽ യഹ്യാ നബി അലൈഹി സ്വലാമിൻ്റെ ഞാൻ ഈ 8 പറഞ്ഞതിൻ്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ അദ്ദേഹത്തിനുള്ളതായിട്ട് പറയുന്നുണ്ട്. അതിലൊന്നെന്താണ്? ഫനാദത്തുഹുൽ മലായികത്തു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. സക്കരിയ അലൈഹിസ്സലാം മിഹ്റാബിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, വഹുവ അദ്ദേഹം നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, അന്നല്ലാഹു യുബശ്ശിറുക ബിയഹ്യ, മലക്ക് വന്നുകൊണ്ട് അദ്ദേഹത്തെ അറിയിക്കുകയാണ്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളൊരു വചനം നിനക്ക് വന്നിരിക്കുന്നു എന്ന്. യഹ്യയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. സക്കരിയ അലൈഹി സ്വലാമും മിഹ്റാബിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ മലക്ക് വന്ന് യഹ്യാ നബി അലൈഹി സ്വലാമിൻ്റെ സന്തോഷ വാർത്ത സക്കരിയ അലൈഹി സ്വലാമിനെ അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായി പറഞ്ഞത് മുസദ്ദിഖൻ ബികലിമത്തിൻ, അദ്ദേഹം ഒരു വചനത്തെ സത്യപ്പെടുത്തുന്നവനാണ്. ഈ വചനത്തെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വരവിനെ സത്യപ്പെടുത്തുന്നവൻ എന്നതാണ്. തനിക്ക് ശേഷം തനിക്കുടനെ തന്നെ ഒരു ഈസാ നബി അലൈഹി സ്വലാം എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വരും. യഹ്യാ നബി അലൈഹി സ്വലാമിൻ്റെ വലിയൊരു ദൗത്യം ഈസാ നബി അലൈഹി സ്വലാമിനെ സത്യപ്പെടുത്തുക എന്നതായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മുസദ്ദിഖൻ ബികലിമ എന്ന് പറഞ്ഞ്, അഥവാ ഒരു വചനത്തെ സത്യപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു വരവിനെക്കുറിച്ച് സത്യപ്പെടുത്തി പറഞ്ഞ ആളായിരുന്നു യഹ്യാ നബി അലൈഹി സ്വലാം. ബികലിമത്തിൻ മിനല്ലാഹ്. പിന്നെ വസയ്യിദൻ, അദ്ദേഹം സയ്യിദായിരുന്നു, നേതാവായിരുന്നു. വഹസൂറൻ, അദ്ദേഹം ഹസൂർ എന്ന് പറഞ്ഞാൽ സ്ത്രീ വിരക്തനായിരുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ജീവിതം നയിക്കുന്നവരായിരുന്നു. അതേപോലെ വനബിയ്യൻ, പ്രവാചകനായിരുന്നു. മിനസ്വാലിഹീൻ, സദ്വൃത്തരിൽപ്പെട്ട സജ്ജനങ്ങളിൽപ്പെട്ട ഒരു പ്രവാചകനുമായിക്കൊണ്ടാണ് അയച്ചത്. അപ്പോൾ ഇവിടെ 4 കാര്യം പറഞ്ഞു. ഒന്ന് മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ്, മറ്റൊന്ന് വസയ്യിദാണ്, ഹസൂറാണ്, മറ്റൊന്ന് നബിയ്യാണ്, നബിയ്യൻ മിനസ്വാലിഹീൻ. അപ്പോൾ ഇങ്ങനെ 12 അദ്ദേഹത്തിൻ്റെ പ്രത്യേക സവിശേഷതകൾ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അവിടെ ഇനി അടുത്ത ആയത്തിൽ അദ്ദേഹത്തിന് ഈ സവിശേഷതകളോടൊപ്പം തന്നെ ലഭിച്ച മറ്റൊരു പ്രത്യേകതയെക്കുറിച്ച് കൂടി പറയുകയാണ്. വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യാ. വസലാമുൻ, സമാധാനം, അലൈഹി, അദ്ദേഹത്തിന്, യൗമ വുലിദ, അദ്ദേഹം ജനിച്ച നാളിൽ, വയൗമ യമൂതു, അദ്ദേഹം മരിച്ച നാളിലും, വയൗമ യുബ്അസു, അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിലും, ഹയ്യ, ജീവനോടെ അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിലും സമാധാനം എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. വസലാമുൻ അലൈഹി, അദ്ദേഹത്തിന് സമാധാനം, യൗമ വുലിദ, അദ്ദേഹം ജനിച്ച നാളിൽ, വയൗമ യമൂതു, അദ്ദേഹം മരിക്കുന്ന നാളിലും, വയൗമ യുബ്അസു, അദ്ദേഹം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിലും, ഹയ്യ, ജീവനോടെ. ഇങ്ങനെയൊക്കെ ജീവിച്ചതിന് അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ മഹത്വം, അദ്ദേഹത്തിന് നൽകിയ സവിശേഷതയാണ് പിന്നെ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഭയാനകമായ ഗൗരവമുള്ള 3 ഘട്ടങ്ങളിൽ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയുന്നത്, ആ ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് രക്ഷയും സമാധാനവും ഉണ്ടായിരിക്കുമെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം ജനിച്ച ദിവസമാണ്. വയൗമ വുലിദ, വുലിദ, ജനിക്കപ്പെട്ട ദിവസം. അപ്പോൾ യലിദ് എന്നതിൻ്റെ
ജനിപ്പിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് യൗമ വുലിദ, അദ്ദേഹം ജനിക്കപ്പെട്ട ദിവസം അഥവാ ജനിച്ച ദിവസം. ഒരു കുഞ്ഞ് ഈ ദുനിയാവിലേക്ക് വരുന്നത് വളരെ അപരിചിതമായൊരു അന്തരീക്ഷത്തിലേക്കാണ് അല്ലേ. വളരെ ഒരു മനുഷ്യൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യേകത ഉള്ളൊരിതാണ്. ജനന സമയത്ത് പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും ദുനിയാവിലെ പ്രയാസങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും ജനന സമയത്തെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു തആല അദ്ദേഹത്തിന് സമാധാനം നൽകി എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം വയോവൃദ്ധരായ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുഞ്ഞായിരുന്നു. ജനനം അത്ഭുതകരമായൊരു ഘടനയിലുള്ള ജനനമായിരുന്നു. ആ ജനന സമയത്ത് അദ്ദേഹത്തിനോ മാതാപിതാക്കൾക്കോ പ്രയാസമില്ലാത്ത വിധം അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വയൗമ യമൂത്ത്, അദ്ദേഹം മരിക്കുന്ന ദിവസം. യഹ്യാ നബി അലൈഹിസ്സലാം രക്തസാക്ഷിയായതാണ്. ഞാൻ വിശദീകരിക്കാം. അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുവിനാൽ വധിക്കപ്പെടുകയാണ്. പക്ഷേ ആ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വന്തം ജീവൻ തന്നെ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് ഒരാൾ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന അയാളെ വേണ്ടി വന്നാൽ അഭിലഷിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് രക്തസാക്ഷിത്വം നൽകി അല്ലാഹു തആല അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നതാണ്. അപ്പോൾ അവിടെയും ആ മരണസമയത്ത് അദ്ദേഹത്തിന് ആ മരണാനന്തരമുള്ള ജീവിതത്തിലൊക്കെ ബർസഖിയായ ജീവിതത്തിലൊക്കെ അല്ലാഹു തആല അദ്ദേഹത്തിന് അനുഗ്രഹം ചൊരിഞ്ഞു എന്നാണ് പറഞ്ഞതിൻ്റെ ഒരു വിവക്ഷ. പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് നാളിലും അദ്ദേഹത്തിന് വയൗമ യുബാസു ഹയ്യ എന്ന് പറയുന്നത്, ഹയ്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ജീവനോട് കൂടി തന്നെയാണ്. പക്ഷേ എടുത്തു പറഞ്ഞു എന്ന് മാത്രം, ഒന്ന് ഹയ്യ എന്നുള്ള വാക്കൊന്ന് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. പരലോകത്ത് വിചാരണക്കായി എഴുന്നേൽപ്പിക്കപ്പെടുന്ന ഭയാനകമായ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്ന ഭയാനകമായൊരു രംഗമാണ്. പക്ഷെ ആ രംഗത്തും യഹ്യാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ശാന്തിയും സമാധാനവും നൽകും എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പം അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള ഒരു സലാം ജനന സമയത്തും മരണസമയത്തും ഉയർത്തെഴുന്നേൽപ്പ് നാളിലും യഹ്യാ നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള ഒരു സമാധാന സന്ദേശം ലഭിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ഉന്നതമായ പദവിയെ എടുത്തു കാണിക്കുകയാണ്. യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ മരണം എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായൊരു അന്ത്യമായിരുന്നു. അദ്ദേഹം രക്തസാക്ഷിത്വം ഷഹീദാവുകയാണ് ചെയ്തത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തെക്കുറിച്ചും ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. യഹ്യ എന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ ഏകദേശം 5 സ്ഥലത്താണ് പ്രയോഗിച്ചിട്ടുള്ളത്. ആൽ ഇംറാൻ 39-ലും അന്നാമിൽ 85-ാമത്തെ ആയത്തിലും ഈ സൂറത്തിൽ 7ഉം 12ഉം ആയത്തുകളിലും അംബിയായിൽ 90, ഇങ്ങനെ 5 സ്ഥലത്താണ് യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ പേര് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. ചെറുപ്പം മുതലേ വളരെ നിഷ്കളങ്കനായ ഭക്തനായിരുന്നു അദ്ദേഹം. മൂസവി ശരീഅത്തിൽ അഗാധമായ നൈപുണ്യം യഹ്യാ നബി അലൈഹിസ്സലാം നേടി. അഥവാ തൗറാത്തിലൊക്കെ വലിയ വിജ്ഞാനം അദ്ദേഹം നേടിയിരുന്നു എന്നാണ്. തൗറാത്തിൻ്റെ വിധികൾ നിർണ്ണയിക്കുന്നതിൽ ആധികാരികമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബാല്യകാലത്ത് തന്നെ അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചു. പാപത്തിൽ പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ അദ്ദേഹം ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. നിരന്തരം ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. പാപങ്ങളിൽ നിന്ന് പിന്തിരിയുന്നവരെ പശ്ചാത്താപത്തിൻ്റെ ഭാഗമായി ജോർദാൻ നദിയിൽ കുളിപ്പിക്കുന്നൊരു സമ്പ്രദായം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് യഹ്യാ നബി അലൈഹിസ്സലാമിനെ സ്നാപക യോഹന്നാൻ എന്ന് വിളിക്കുന്നത്, സ്നാപകൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇത് പിന്നീട് ക്രിസ്ത്യാനികളിലേക്കൊക്കെ മാമോദീസ മുക്കൽ എന്ന് പറയുന്ന ഒരു രീതി മാറുകയുണ്ടായി. എന്നാൽ പാപത്തിൽ നിന്ന് ശുദ്ധിയാകുന്നതിൻ്റെ തൗബ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ജോർദാൻ നദിയിൽ കുളിപ്പിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. യഹ്യാ നബിയെ സംബന്ധിച്ച് കുറച്ചും കൂടി കൂടുതൽ വിവരങ്ങൾ ബൈബിളിലും മറ്റൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു സുവിശേഷവുമുണ്ട്. തനിക്ക് ശേഷം വരാനിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ആഗമനം മുന്നറിയിപ്പ് നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യ ദൗത്യം. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച് 30-ാം വയസ്സിലാണ് അദ്ദേഹത്തിന് യെറൂശലമിലും ജോർദാനിലൊക്കെ അദ്ദേഹത്തിന് ഈ സന്ദേശങ്ങൾ ലഭിക്കുന്നത് എന്നാണ്.
ധാരാളം ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇസ്രായേലിയർ പൊതുവെ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തെ അംഗീകരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. വളരെ ലളിതമായ ജീവിതമാണ് യഹ്യാ നബി അലൈഹിസ്സലാം നയിച്ചിരുന്നത്. അദ്ദേഹം ഒട്ടകരോമം കൊണ്ടുള്ള പരുക്കൻ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. തുകൽ കൊണ്ടുള്ള ഒരു അരപ്പട്ട അദ്ദേഹം അണിഞ്ഞിരുന്നു. വെട്ടുകിളിയും തേനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണം. യഹൂദായിലും യെരൂശലമിലും ജോർദാനിലും സഞ്ചരിച്ച് പ്രസംഗിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തെ ധാരാളം അനുയായികളുണ്ടായിരുന്നു. നോമ്പും നമസ്കാരവും ജനങ്ങളെ അദ്ദേഹം പഠിപ്പിച്ചു. ദാനധർമ്മം ചെയ്യാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അക്രമികളെ മുഖം നോക്കാതെ അദ്ദേഹം ഭത്സിച്ചു. പുരോഹിത വർഗത്തെയും അധികാരി വർഗത്തെയും അദ്ദേഹം വിമർശിച്ചു. അതുകൊണ്ട് അവരുടെ ശത്രുക്കളായി മാറി. അധികാരി വർഗത്തിൻ്റെ തിന്മകളെ മുഖം നോക്കാതെ അദ്ദേഹം വിമർശിച്ചു. യഹ്യാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് ഹെരോദസ് ഇൻഡിപ്പസ് ആയിരുന്നു യഹൂദിയയിലെ രാജാവ്. ഹെരോദസ് ഇൻഡിപ്പസ് അദ്ദേഹം മൂസവി ശരീഅത്തിൽ നിന്നൊക്കെ അകന്ന് റോമൻ സംസ്കാരത്തിന് വിധേയമായപ്പോൾ യഹ്യാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തെ ഉപദേശിച്ചു. അധർമ്മവും അനാചാരത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ രാജാവ് അത് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, രാജാവിൻ്റെ ശത്രുത നേടുകയും അവസാനം യഹ്യാ നബി അലൈഹി സ്വലാം ജയിലിലടക്കപ്പെടുകയും ചെയ്തു. മാത്രമല്ല രാജാവ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹിരിപ്പോസിൻ്റെ ഭാര്യ ഹെരോദിയായെ കൊട്ടാരത്തിൽ പാർപ്പിച്ചിരുന്നു. ആ നടപടിയെ രാജാവ് യഹ്യാ നബി അലൈഹി സ്വലാം രൂക്ഷമായി വിമർശിച്ചിരുന്നു. അത് ഹെരോദിയയെ കൂടുതൽ ചൊടിപ്പിച്ചു. ഹെരോദിയക്കും ശത്രുത തോന്നി. അവസാനം ഹെരോദിയയുടെ പിറന്നാൾ ദിവസം അവളുടെ മകള്, സുന്ദരിയായ മകൾ ഒരു നൃത്തം ചെയ്തപ്പോൾ രാജാവ് എന്തു വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ യഹ്യാ നബി അലൈഹി സ്വലാമിനോട് കടുത്ത ശത്രുതയുള്ള ഈ ഹെരോദസ് തൻ്റെ മകളോട് ആവശ്യപ്പെട്ടത് യഹ്യാ നബി അലൈഹി സ്വലാമിൻ്റെ തല തളികയിൽ കൊണ്ടുവന്ന് തരാനാണ്. ഇത് രാജാവിനോട് മകൾ പറഞ്ഞു. രാജാവിന് യഹ്യാ നബി അലൈഹി സ്വലാമിൻ്റെ സ്വാധീനവും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തൊക്കെ അറിയുന്നതുകൊണ്ട് രാജാവിന് വലിയ പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ വാക്ക് കൊടുത്ത ഗത്യന്തരമില്ലാതെ രാജാവ് ജയിലിൽ കഴിയുന്ന യഹ്യാ നബി അലൈഹി സ്വലാമിൻ്റെ തല അറുത്ത് അത് തളികയിലാക്കി ഈ പെൺകുട്ടിക്ക് സമർപ്പിച്ചു എന്നാണ്. ഇതാണ് ബൈബിളിലെ വിശദീകരണങ്ങളൊക്കെ. എന്തായാലും വളരെ വിശുദ്ധമായൊരു ജീവിതം അദ്ദേഹം നയിച്ചു. അങ്ങനെയുള്ള ആളായിരുന്നു യഹ്യാ നബി അലൈഹി സ്വലാം. അദ്ദേഹമാണ് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ വരവിനെക്കുറിച്ച് അറിയിച്ച ആളായിരുന്നു. ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട് എന്ന് ലോകത്തെ അറിയിച്ചതൊക്കെ ഈ യഹ്യാ നബി അലൈഹി സ്വലാമാണ്. സമകാലീനരായിരുന്നു അവർ. ഇത്രയും ഭാഗമാണ് സക്കരിയ അലൈഹി സ്വലാമിൻ്റെയും യഹ്യാ നബി അലൈഹി സ്വലാമിൻ്റെയും ഭാഗമായി ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത്. അതായത് സക്കരിയ അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയും യഹ്യാ നബിയുടെ ജനനവും അനുസ്മരിച്ചുകൊണ്ടാണ് സൂറ ആരംഭിക്കുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് കന്യാമറിയത്തിൻ്റെയും ഈസാ നബി അലൈഹി സ്വലാമിൻ്റെയും ചരിത്രമാണ് പറയുന്നത്. അതിൻ്റെ തുടക്കം കുറിച്ച് വെക്കുകയാണ്. 16-ാമത്തെ ആയത്തിൽ കാണാം, വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദിൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ. വദ്കുർ, നീ വിവരിക്കുക, ഫിൽ കിതാബി, വേദഗ്രന്ഥത്തിൽ, മറിയമിനെ, ഇദിൻതബദത്, അവൾ അകലെ താമസിച്ചപ്പോൾ, മിൻ അഹ്ലിഹാ, തൻ്റെ കുടുംബത്തിൽ നിന്ന്, മക്കാനൻ ശർഖിയ്യാ, കിഴക്ക് ഭാഗത്തുള്ള, കിഴക്ക് ദിക്കിലുള്ള മക്കാനൻ, ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ച കാലം എന്നർത്ഥം. എന്താ പറഞ്ഞാൽ വദ്കുർ ഫിൽ കിതാബി, വേദഗ്രന്ഥത്തിൽ നീ അനുസ്മരിക്കുക, പറയുക, മറിയമിനെക്കുറിച്ച് വിവരിക്കുക. ഇദിൻതബദത്ത്, അവൾ അകലെ മാറി താമസിച്ചപ്പോൾ, മിൻ അഹ്ലിഹാ, തൻ്റെ കുടുംബത്തിൽ നിന്ന്, മക്കാനൻ ശർഖിയ്യാ, കിഴക്ക് ദിക്കിലുള്ള ഒരു സ്ഥലത്തേക്ക്. ഇതാണ് തുടങ്ങി വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് മറിയമിൻ്റെ ചരിത്രം ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ കൽപ്പിക്കുകയാണ്. ഈ ഖുർആനിൽ വരുന്ന മറിയം ബീവിയുടെ ചരിത്രം ജനങ്ങളെ കേൾപ്പിക്കുക. അപ്പോൾ അതിന് പറയുന്നത്, മറിയം ബീവിനെ നമുക്കറിയാം. മറിയം ബീവി അവരുടെ മാതാവിൻ്റെ ഒരു നേർച്ചയുടെ ഭാഗമായിട്ടാണ് ബൈത്തുൽ മഖ്ദിസിലേക്ക് വന്നത്.
അങ്ങനെ ബൈത്തുൽ മഖ്ദിസിൽ ഒരു ആൺകുട്ടി അടിക്കുമെന്നാണ് കരുതിയാണ് ചെയ്തതെങ്കിലും പെണ്ണായി ജനിച്ചു. പക്ഷേ അവളെ ബൈത്തുൽ മഖ്ദിസിലേക്ക് നേർച്ച നേർന്നു. അവിടെയാണ് മറിയം ബീവി വളരുന്നത്. സക്കരിയ അലൈഹിസ്സലാമാണ് അവരുടെ കഫാലത്ത് ഏറ്റെടുത്ത ആൾ. അങ്ങനെ ഏകാന്തതയിലും ആരാധനയിലൊക്കെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവർ ഒരു ഒരു ഭാഗത്തേക്ക്, കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞത് അധികം മുഫസ്സിറുകളും പറഞ്ഞത് മിഹ്റാബിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസിൻ്റെ ചുറ്റുവട്ടമുള്ള ഒരു കിഴക്ക് ഭാഗത്തേക്ക് അവർ മാറി താമസിച്ചു. അങ്ങനെ മാറി താമസിക്കാനുണ്ടായ ഒരു കാരണം ഒരു പക്ഷേ അവർക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന സന്ദേശം അവർക്ക് കിട്ടിയതിൻ്റെ പേരിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഗർഭിണിയാകുന്നതും കുഞ്ഞ് വളരുന്നതും പ്രസവിക്കുന്നതൊക്കെ പള്ളിയുടെ മിഹ്റാബിൻ്റെ സാഹചര്യത്തിൽ പ്രയാസകരമായതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവർ തൊട്ടടുത്ത കിഴക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇനി അടുത്ത ആയത്തിൽ അവർ മറച്ച് കെട്ടുന്നുണ്ട് അതൊക്കെ എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെ ഒരു മറ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലൗകിക കാര്യങ്ങളിൽ നിന്നൊക്കെ അകറ്റി നിർത്തി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ കണ്ടെത്തിയ മറിയം ബീവിയുടെ ഉന്നതമായൊരു ആത്മീയ പദവിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ചരിത്രം വിശദീകരിക്കുന്നത്. പ്രവാചകന്മാരുടെ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യത്തിനുള്ള തയ്യാറെടുപ്പായിരുന്നു അത്. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ജനനത്തിൻ്റെ ഒരു തയ്യാറെടുപ്പിന് വേണ്ടി മറിയം ബീവി കിഴക്ക് ഭാഗത്തുള്ള ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മാറി താമസിച്ചു. ഇനി അടുത്തും കൂടി വരുമ്പോൾ ആയത്തും കൂടി കേൾക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി മനസ്സിലാവും. പിന്നീട് വിശദീകരിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഫത്തഹദത്ത് മിൻ ദൂനിഹിം ഹിജാബ ഫഅർസൽനാ ഇലൈഹിം റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ. ഫത്തഹദത്ത് എന്നിട്ട് അവൾ ഉണ്ടാക്കി, മിന്ദൂനിഹിം അവരെ വിട്ട്, ഹിജാബൻ ഒരു മറ. ഫഅർസൽന അപ്പോൾ നാം അയച്ചു, ഇലൈഹാ അവളിലേക്ക്, റൂഹന നമ്മുടെ ഒരു മലക്കിനെ, ഒരു റൂഹിനെ. ഫതമസ്സല അപ്പോൾ പ്രത്യക്ഷപ്പെട്ടു, ലഹാ അവൾക്ക് മുമ്പിൽ, ബശറൻ ഒരു മനുഷ്യനായി, സവിയ ശരിയായൊരു മനുഷ്യനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഒന്നുകൂടി പറയാം. ഫത്തഹദത്ത് എന്നിട്ട് അവൾ ഉണ്ടാക്കി, മിന്ദൂനിഹിം അവരെ വിട്ടിട്ട്, ഹിജാബ ഒരു മറ. ഫഅർസൽന അപ്പോൾ നാം അയച്ചു, ഇലൈഹ അവളിലേക്ക്, റൂഹന നമ്മുടെ ആത്മാവിനെ, മലക്കിനെ. ഫതമസ്സല അപ്പോൾ പ്രത്യക്ഷപ്പെട്ടു, ലഹ അവളുടെ മുമ്പിൽ, ബശറ ഒരു മനുഷ്യനായി, സവിയ ശരിയായ ഒരു ന്യൂനതയില്ലാത്ത ഒരു ഒറിജിനൽ മനുഷ്യനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അതായത് മറിയം ബീവി ഒരു മറ സ്വീകരിച്ചിട്ടാണ് അവിടെ ഇരുന്നത് എന്ന് പറഞ്ഞു. ജനങ്ങളിൽ നിന്നും സ്വന്തം കുടുംബങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായി ഒറ്റപ്പെട്ട് ആർക്കും കാണാനാവാത്ത വിധം ഒരു മറ ഉണ്ടാക്കി എന്നാണ് ഇവിടെ പറയുന്നത്. അത് ആരാധനയ്ക്ക് വേണ്ടിയാകാം, തൻ്റെ സ്വകാര്യ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് അവർ മറ സ്വീകരിച്ചത്. ചില ആളുകൾ ഈ ഘട്ടത്തിൽ തന്നെ മറിയം ബീവിക്ക് താൻ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ സാധ്യതയുണ്ട് എന്ന അറിവ് കിട്ടിയതിൻ്റെ പേരിൽ അതിനെ മറച്ചു വെച്ചുകൊണ്ട് ആണ് അങ്ങനെ ചെയ്തത് എന്നും വിശദീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർ അങ്ങോട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെ അവരവിടെ ഒരു മറയിലൊക്കെ ആയപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു റൂഹിനെ അയക്കുന്നത്. റൂഹ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അവിടെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. ഖുർആനിൽ പല സ്ഥലത്തും അങ്ങനെ തന്നെ റൂഹിനെ വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം എന്നൊക്കെ സൂറത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ റൂഹ് എന്ന് പറയുന്നത് മലക്കിനെയാണ്. പക്ഷേ മലക്കിനെ സാധാരണ ഒറിജിനൽ രൂപത്തിൽ മലക്കിനെ നമുക്കൊക്കെ ദർശിക്കാൻ കഴിയില്ല. അപ്പോൾ മലക്കിനെ അയച്ചത് ഇപ്പോൾ തമസ്സല ലഹ ബശറൻ സവിയ ശരിയായൊരു മനുഷ്യനെ പോലെയാണ് മലക്കിനെ അല്ലാഹു തആല മറിയം ബീവിയുടെ അടുക്കലേക്ക് അയക്കുന്നത്. അപ്പോൾ മറിയം ബീവിയുടെ ഒരു മനുഷ്യരൂപത്തിൽ സാധാരണ ഒരു മനുഷ്യൻ്റെ പോലെ യോഗ്യനായൊരു മനുഷ്യനെ പോലെ മറിയം ബീവിയുടെ അടുത്തേക്ക് ഈ അല്ലാഹു തആല ഒരു മലക്കിനെ അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് മറിയം ബീവിക്ക് താൻ മാത്രം കഴിയുന്ന ആർക്കും പ്രവേശനമില്ലാത്തൊരു സ്വകാര്യ മുറിയിലേക്ക് പെട്ടെന്നൊരു അപരിതനായ പുരുഷനെ കണ്ടപ്പോൾ മറിയം ബീവി ഭയന്നു പോയിട്ടുണ്ടാവണം. ആ ഘട്ടത്തിലാണ് പിന്നീട് 18-ാമത്തെ ആയത്തിൽ അതിൻ്റെ വിശദീകരണങ്ങൾ വരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് മനസ്സിലാക്കാം. അതും കൂടി വരുമ്പോൾ ഞാൻ തുടങ്ങി വെച്ചു എന്ന് മാത്രം. അപ്പോൾ മറിയം ബീവി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനും മറ്റൊക്കെ ആയിട്ട്
ബൈത്തുൽ മഖ്ദിസിൽ കഴിഞ്ഞിരുന്ന മറിയം ബീവി ഒരു പ്രത്യേക സാഹചര്യത്തിൽ കിഴക്ക് ഭാഗത്തേക്ക് മാറുകയും അവിടെ ഒരു മറയൊക്കെ ഉണ്ടാക്കി അവിടെ ഇബാദത്ത് ചെയ്യാനും അവിടെ കഴിഞ്ഞുകൂടാനും തൻ്റെ സ്വകാര്യ കാര്യങ്ങൾ നിർവഹിക്കാനൊക്കെ വേണ്ടി അവിടെ കഴിഞ്ഞുകൂടുകയായിരുന്നു. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ മനുഷ്യരൂപം കൊണ്ട് ശരിയായ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ഒരു മലക്കിനെ അവരുടെ അടുത്തേക്ക് അയക്കുന്നത്. ഇൻഷാ അല്ലാഹ് പിന്നീട് എന്താ ഉണ്ടാകുന്നത് കാര്യങ്ങളൊക്കെ പിന്നീടുള്ള ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെ ഈ പ്രവാചകന്മാരുടെ ചരിത്രവും മഹാന്മാരുടെ ചരിത്രമൊക്കെ നമുക്ക് മാതൃകയാകേണ്ടതാണ്. യഹ്യാ നബി അലൈഹി സ്വലാമിൻ്റെ ഉന്നത വ്യക്തിത്വം നമുക്കും കൂടി സ്വീകരിക്കേണ്ടതാണ്. വിജ്ഞാനം നേടലും തഖ്വ നേടലും തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കലും മാതാപിതാക്കൾക്ക് സേവനം ചെയ്യലും അതൊക്കെ എല്ലാ ആളുകളും അവരുടെ ജീവിതത്തിൽ സമാധാനം, ജീവിതത്തിലും മരണത്തിലും മരണാനന്തരവും ഒക്കെ സമാധാനം ലഭിക്കാൻ ഈ നന്മകളൊക്കെ ആവശ്യമാണ് എന്നാണ് അത് പഠിപ്പിക്കുന്നത്. വീണ്ടും ചരിത്രത്തിലെ വലിയൊരു സംഭവത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് മറിയം ബീവിയുടെ ചരിത്രം തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ അതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും വളരാനും ഉയരാനും അല്ലാഹുവേ നീ ഞങ്ങളെ തുണക്കുമാറാകണേ. മഹാന്മാരുടെ ജീവിത സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് അമ്പിയാക്കന്മാരുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ നന്മയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹുവേ നീ ഞങ്ങളെ തുണക്കുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ലിഖുലൂബിനാ ദിയാഅ വലിഅബ്സാരിനാ ജലാഅ വലിഅസ്ഖാമിനാ ദവാഅ വലിദുനൂബിനാ മുമഖിസ വഅനിന്നാരി മുഖല്ലിസ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.